ഇതിനകത്ത് ഒരു വലിയ സംഭവമുണ്ട്. ഈ കൊച്ചു വീട്, കൊച്ചു വീട് എന്ന് പറയുമ്പോൾ 1500 സ്ക്വയർ ഫീറ്റില് 3 സെന്റില് ഇതിനകത്തുള്ള സാധനങ്ങൾ കാണാൻ പറ്റുമോ? എല്ലാ ക്ലയൻസും വിപിന്റെ അടുത്ത് കൂടുതൽ പിണങ്ങി പോവാണ് എന്നാണല്ലോ കേൾക്കുന്നത്. എന്താ സംഭവം? അവിടെ ഫോർമൽ ലിവിംഗ് സ്പേസ്, ഇവിടെ ഡൈനിങ്, കിച്ചൺ, ഇതെല്ലാം കൂടി ഈ പറയുന്ന 3 സെന്റില് 1500 സ്ക്വയർ ഫീറ്റിലാണ് സെറ്റ് ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ വിഷ്ണു വിജയൻ, വീട് ബൈ വിഷ്ണു വിജയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. ഒരു സ്വപ്നസുന്ദര മനോഹര ഭവനം പരിചയപ്പെടുത്താൻ വന്നതാണ്. അതായത് ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 സ്ക്വയർ ഫീറ്റിൽ 30 ലക്ഷം രൂപയ്ക്ക് വെറും 8 മാസങ്ങൾ കൊണ്ട് 3 സെന്റിൽ നിർമ്മിച്ച ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ സ്വപ്ന സുന്ദര ഭവനം പണി കഴിപ്പിച്ച, കംപ്ലീറ്റ് ചെയ്ത ആർക്കിടെക്ട് നമ്മളുടെ കൂടെയുണ്ട്. വെൽക്കം. താങ്ക് യു. ബിബിനാണ്. ബിബിൻ്റെ രണ്ടാമത്തെ പ്രൊജക്റ്റാണ് നമ്മളുടെ പേര് കാണിക്കാൻ പോകുന്നത് അല്ലേ? അതെ അതെ. ബിബിനെ, ഇത് ഒരു 3 സെന്റ് സ്ഥലത്ത് വളരെ അമേസിംഗ് ആയിട്ട് നിർമ്മിച്ച ഒരു വീട്. ഇതിൻ്റെ പറ്റി നമുക്ക് പ്രേക്ഷകർക്ക് കുറേ കാര്യങ്ങൾ, കുറേ കൺസേൺസ് ഉണ്ട്, എല്ലാം പറഞ്ഞു തന്നു. തീർച്ചയായും. അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ എൻട്രൻസ് ആണ്, ഇതിനകത്തേക്ക് കടക്കുകയാണ്. ഇവിടെ ഒരു കോമ്പൗണ്ട് വാൾ എന്ന് പറയുന്നതിന് പകരം ഒരു കോമ്പൗണ്ട് വാളിന് പകരം സ്ട്രക്ചറും ഉണ്ട്, അതായത് മെറ്റൽ ട്യൂബ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ അകത്തേക്ക് കടന്നപ്പോൾ അകത്ത് ചെയ്തിരിക്കുന്നത് ഇത് എന്ത് ടൈപ്പ് സ്റ്റോൺ ആണ്? സിമെന്റ് ബ്ലോക്സ് ആണ്. ഇത് ഞാൻ എൻ്റെ ഓഫീസിൽ അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഈ വിഷ്വലി നമുക്ക് കിട്ടുമ്പോഴും അല്ലെങ്കിൽ കാണുമ്പോഴും ഗ്രിപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കോബിൾ സ്റ്റോൺ എഫക്റ്റ് ഉണ്ട്. എന്നാൽ അത്ര റേറ്റും ഇല്ല. നമ്മുടെ ടൈലുകാർക്ക് തന്നെ അത് പ്രോപ്പറായിട്ട് ഇടാനും പറ്റി. പിന്നെ നമുക്ക് ഇവിടെ ഒരു കാർ ഇടാനുള്ള സ്പേസും കൂടി അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വീട് ഞാൻ കണ്ടപ്പോൾ മുതൽ ഇതിന്റെ വീടിന്റെ ടോട്ടൽ വീതി എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് കിട്ടിയിരിക്കുന്ന ഇന്നർ കിട്ടിയിരിക്കുന്ന 4 മീറ്റർ. അപ്പം ഈ 2 സൈഡിലും റോഡിന്റെ ആക്സസ് കിട്ടിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ സാങ്ഷനും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് ഈ സംഭവം എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഇത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പെർമിറ്റ് എടുത്ത സമയത്ത് ഇതിലും വീതി കൂടുതലായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഏരിയയിൽ കൂടുതൽ സെറ്റ് ബാക്ക് വിട്ടായിരുന്നില്ല. പക്ഷേ പിന്നെ മുനിസിപ്പാലിറ്റിയിൽ പെർമിറ്റ് തന്നപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തായാലും ഡിസ്റ്റൻസ് മിനിമം കീപ്പ് ചെയ്താൽ മതി എന്നുള്ളൊരു ഇത് വന്നു. അപ്പോൾ അതിനുശേഷം 2 മീറ്റർ അവിടെ വിടുകയും ബാക്കിയുള്ള ഏരിയയ്ക്ക് നമ്മൾ പിന്നെ കൺസ്ട്രക്ഷൻ ചെയ്യുക ചെയ്തത്. അപ്പോൾ ഈ വിട്ടിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നതാണ് ഈ പാത്വേ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അതെ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വൈകുന്നേരത്ത് ഇരിക്കാനോ അല്ലെങ്കിൽ വെറുതെ പൊളിച്ച് കളയേണ്ടെന്ന് തോന്നി. അതിന് പകരം നമ്മൾ അവിടെ കുറച്ച് ഗാർഡൻ പോലെ ചെയ്ത് ഇരിക്കാനും അതിനെ പോസിറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തു. ഇവിടെ കുറച്ച് ഗാർഡൻസ് ഒക്കെ പോസിറ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തു അല്ലേ? അതെ അതെ. പിന്നെ അപ്പം ശരിക്കും ആദ്യമേ നമ്മളുടെ സ്റ്റാർട്ടിങ് ആയിരുന്നു ഇതായിരുന്നു. പക്ഷേ ആ ഓപ്ഷൻ നമുക്ക് പോസിബിൾ ആവാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് വലിച്ചു. പക്ഷെ അതും 4 മീറ്റർ വീതി നിർമ്മിച്ച ആ പ്രതിഭാസം അകത്തേക്ക് കടക്കുമ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ശരിക്കും 3 സെന്റ് എന്ന് പറയുമ്പോൾ ഏരിയ വളരെ കുറവാണ്. അപ്പൊ 1500 സ്ക്വയർ ഫീറ്റ് ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ടാസ്ക് ആണ്. അപ്പൊ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഈ സിറ്റ് ഔട്ടിന്റെ പോർഷൻ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നതാണോ, അതോ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ഉള്ളത് കൊണ്ട് അതിനെ മാനേജ് ചെയ്തതാണോ? രണ്ടും നടന്നു. അതായത് പ്ലാനിങ്ങിൽ ആദ്യം വലിയൊരു സിറ്റ് ഔട്ട് ആയിരുന്നല്ലോ, അത് പോയി കഴിഞ്ഞാൽ നമുക്ക് റൂഫിംഗ് ആയിട്ട് കുറച്ച് ഏരിയ ഉള്ളൂ, പക്ഷെ സിറ്റിംഗ് ആയിട്ട് കൂടുതൽ ഏരിയ നമുക്ക് കിട്ടി. സ്ഥലം നമുക്ക് സിറ്റ് ഔട്ട് ആയിട്ടും സിറ്റിംഗ് സ്പേസ് തീർച്ചയായും ഫ്രണ്ടിൽ ഗാർഡൻസും കൊടുത്തിട്ടുണ്ട്, അവിടെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് കടക്കുകയാണ്. അകത്തേക്ക് കടക്കുമ്പോൾ 2 പാളിയിലാണ് നമ്മളുടെ കയറി വരുമ്പോൾ ആ എൻട്രൻസിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കൽപ്പാത്തി എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ വരെ ഉള്ളൂ. ഇവിടെ എല്ലാ അഗ്രഹാരങ്ങളാണ് ഈ വരുന്ന ഏരിയ. ആ ഒരു കൺസെപ്റ്റ് മൊത്തത്തിൽ ആ ഒരു സംസ്കാരമൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഇവിടെ ഉള്ളവർക്ക് കോലിടുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പൊ നമ്മൾ ഈ വീടിന്റെ അകത്തേക്ക് കടക്കുമ്പോൾ അകത്തേക്കുള്ള എൻട്രൻസിൽ കൊടുത്തിരിക്കുന്ന ഇത് ഫുൾ തേക്കിൽ തന്നെ. അത് നല്ല മനോഹരമായ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് കടക്കുമ്പോൾ ഇവിടെയാണ് മനോഹരമായ ലിവിംഗ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഈ ലിവിംഗ് സ്പേസിനെ പറ്റി ഒന്ന് പറയാമോ? എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു ഡിസൈനിങ് സമയത്തും അതിന്റെ എക്സിക്യൂഷൻ സമയത്തും ചിന്തിച്ച കാര്യം ഓൾറെഡി സ്ഥലമല്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. പക്ഷെ അത് അകത്ത് വരുമ്പോൾ ഒരിക്കലും ആ റിയാലിറ്റി നമുക്ക് ഫീൽ ചെയ്യരുതെന്ന് വിചാരിച്ചു. രണ്ടാമത് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്നവർക്കും ഒരു കൺജസ്റ്റഡ് ഫീൽ ചെയ്യരുത്. പലപ്പോഴും നമ്മൾ 3 സെൻറ്റൊക്കെ വരുമ്പോൾ കൺജസ്റ്റഡ്. അപ്പോൾ നമ്മൾ ഭിത്തി വളരെ കുറച്ചു. ഓവറോൾ 4 മീറ്റർ ഉള്ളൂ. അതിൽ തന്നെ നമുക്ക് ഗസ്റ്റിന് ഇരിക്കാനും കഴിയണം, സെയിം ടൈം നമുക്ക് ആൾക്കാർക്ക് വരാനും പോകുന്നവർക്കും ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഇരിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്തും വീട്ടുകാർക്ക് ഇറങ്ങി പോവുക, അതിനൊന്നും ബുദ്ധിമുട്ടില്ല. ആ രീതിയിലാണ് സോഫയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. പിന്നെ മാക്സിമം പുറത്തോട്ട് വലിയ വിൻഡോ കൊടുത്തത് കൊണ്ട്
നമുക്കിതിൽ സ്പേസ് UPVC windows UPVC വിൻഡോസ് പിന്നെ ഇവിടെ ജാളീസ് കൊടുത്തിട്ടുണ്ട് പുറത്ത് ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെ, കാരണം നമുക്ക് ഈ വെള്ളത്തിൻ്റെതോ അല്ലെങ്കിൽ പൊടിയുടെതോ ഒഴിവാകാൻ വേണ്ടിയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എർത്ത് ടോൺ കളേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ നോർമൽ നമ്മൾ ഇത് നമ്മുടെ കോൺക്രീറ്റിൽ നിർത്തി പിന്നെ അതിന് ഡിസൈൻ കൊടുത്തു. ശരിക്കും അപ്പൊ ഇതിന്റെ ഈ പറയുന്ന കോൺക്രീറ്റ് സീലിംഗ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഡിസൈൻ കൊടുത്തതെന്നാണോ അതോ രണ്ടാമത് ചെയ്ത വർക്കാണോ? അങ്ങനെയല്ല, നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ഒരു ഫിനിഷിങ്ങിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ നമുക്കിത് അതിനുവേണ്ടി ഒരു ജിപ്സം സീലിംഗ് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ നാച്ചുറലായിട്ട് ഭംഗിയുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്കിലാണെങ്കിലും ഈ ഒരു ഫിനിഷിങ് എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ നാളെ അത് ആവശ്യമാണെങ്കിൽ അതിനുവേണ്ടി ഒരു പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമില്ല. ഒരു ഫിനിഷിംഗിൽ തീർത്ത് അത് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഭയങ്കര വൃത്തിയായിട്ടുണ്ട്. ത്രൂ ഔട്ട് അതിനൊരു ലുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിൽ വളരെ സിമ്പിൾ ആയിട്ട്, അതായത് 50-25 25-25 സ്ക്വയറും വെച്ചിട്ട് ഒരു സ്ട്രക്ചറിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് TV സ്പേസ് കൊടുത്തിരിക്കുന്നു, താഴെ മൈക്ക ലാമിനേഷൻ കൊടുത്തിട്ട് അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നു. അതിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്ന സ്റ്റെയർ കേസിനോട് കണക്റ്റഡ് ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിലെ സിറ്റിംഗ് സ്പേസ് ഈ സ്റ്റെയർ കേസിനോട് കണക്റ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്തായിരുന്നു ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്, വളരെ ചെറിയ ഏരിയ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ചെയ്യാനുണ്ടായ ഒരു കാരണം? നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം കൊണ്ട് പല ആവശ്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചു. നമുക്ക് ലിവിങ് റൂം ഇവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിൽ പ്രൈവസി വേണം, നമ്മൾ അതും വേണം. ഡൈനിങ് ടേബിൾ, ഇതെല്ലാം ഒരൊറ്റ പാറ്റേണിലാണ് പോകുന്നത്. അപ്പോൾ പ്രൈവസി നടക്കണം. അതുപോലെ TV യൂണിറ്റിനുള്ളൊരു ഏരിയ നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടണം, ഹാൻഡ് റെയിൽ കിട്ടണം. അതോടൊപ്പം തന്നെ നമുക്ക് ഡൈനിങ്ങിലോട്ടുള്ള ഒരു ഭാഗം നമുക്ക് അതേ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റെയർ കേസ്. പക്ഷെ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം സാധാരണ എല്ലാവരും ഈ TV സ്പേസിനുള്ള ആ ഒരു സെപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ആ സ്ഥലത്തിന്റെ കൺസേൺ ഒരു പ്രോബ്ലം ആയതുകൊണ്ട് ഇത് മൂന്നും കൂടി ഒറ്റ പാറ്റേണിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ പൂജാമുറി സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. സാധാരണ ഇങ്ങനൊരു പ്രൊവിഷൻ, അതായത് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളത്, ഇങ്ങനൊരു കട്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് വെക്കാൻ പറ്റും എന്നുള്ളത് പല ആൾക്കാരിലും ഉപയോഗിക്കാത്തൊരു ഇതാണ്. സാധാരണ ഇതൊരു വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ബ്രിക്കുകളെല്ലാം തന്നെ കണ്ണൂർ ബ്രിക്ക് ആണ്. ഈ കണ്ണൂർ ബ്രിക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും ഇതിനകത്ത് നല്ലപോലെ ചൂട് കുറവുണ്ട്. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. പാലക്കാട് ജില്ലയാണ്, പാലക്കാട് ജില്ലയിൽ ചൂട് നല്ല കൂടുതലാണ്. അപ്പം ഇങ്ങനൊരു സംഭവം അത് വളരെ ക്രിയേറ്റ്. അത് വിവിന്റെ വർക്കുകളെല്ലാം തന്നെ ഈ കണ്ണൂർ ബ്രിക്ക് ആണോ യൂസ് ചെയ്യുന്നത്? എല്ലാ വർക്കിലും നമ്മൾ കണ്ണൂർ കല്ല് തന്നെയാണ്. തുടക്കത്തിൽ തുടങ്ങിയ 2-3 സൈറ്റിൽ നമ്മളത് ലോക്കലി അവിടുത്തെ കല്ലാണ് ഉപയോഗിച്ചത്. പക്ഷെ ഇപ്പൊ എല്ലാം നമ്മൾ തന്നെ പറയും കണ്ണൂർ കല്ലാണ് ഉപയോഗിക്കുന്നത്. കണ്ണൂർ കല്ല്, സിമെന്റ് ബ്രിക്ക്, നോർമൽ ചുടുകട്ട, അതുപോലെ ഇപ്പൊ എംബ്രിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ പൊറോത്തൻ ബ്രിക്ക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. അപ്പൊ ഇതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ബിബിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് ബ്രിക്ക് ഏതാ? എൻ്റെ അഭിപ്രായത്തിൽ കല്ല് കണ്ണൂർ കല്ല് എന്നല്ല, വെട്ടുകല്ല് അല്ലെങ്കിൽ ചെങ്കല്ല് എന്നുള്ളത് തന്നെയാണ്. അതിൽ കണ്ണൂർ കല്ലിന് കുറച്ച് സ്ട്രോങ് കൂടുതലുണ്ട്. അത് ആ ഒരു ഭൂപ്രകൃതിയുടെ പ്രത്യേകതയാണ്, അതിൻ്റെ ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതിന് തണുപ്പ് കൂടുതലാണ്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ബിൽഡ് ചെയ്ത സമയത്ത് തന്നെ ആ തണുപ്പ് നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വെയിലത്ത് പോയി തൊട്ടാൽ കല്ലിന് ആ തണുപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബെസ്റ്റ് അല്ല, ഇനി നിലനിൽക്കുന്ന ബെസ്റ്റാണ് നമുക്ക് വേണ്ടത്. ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബെസ്റ്റ് എന്ന് പറയുന്ന പല ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ നിലനിൽക്കുന്നത് എന്താണോ അതാ ബെസ്റ്റ്. അപ്പോൾ അതിലെനിക്ക് എപ്പോഴും ഒരു താല്പര്യം തോന്നിയിട്ടുള്ളത് കണ്ണൂർ കല്ലാണ്. അത് വളരെ സ്ട്രോങ് ആണ്, സൈസ് കൂടുതലാണ്. മറ്റേ പോലെ പൊറോത്ത പോലെ തന്നെ എംബ്രിക്കും പോലെ തന്നെ സൈസ് വലിയ ബ്രിക്ക് തന്നെയാണ്. തീർച്ചയായും 8 ഇഞ്ചിന്റെ ബ്രിക്ക് ആയാലും. പിന്നെ നമ്മൾ ഇനി ഇതിന്റെ സിമ്പിൾ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്, അതായത് നമ്മുടെ ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനോട് ചേർന്നിട്ട് ഈ മനോഹരമായ കിച്ചണിലേക്ക് വന്നു. ഈ കിച്ചൺ എന്ന് പറയുന്ന ആ ഒരു തോട്ട് വന്നപ്പോ എന്തായിരുന്നു ഈ വീടിന് ചെയ്യാനായിട്ട് ചിന്തിച്ച ആദ്യത്തെ കാര്യം? ഇവിടുത്തെ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് വർക്ക് ഏരിയയ്ക്ക് ഓപ്ഷൻ അല്ല. അപ്പോൾ ഇവർ മാക്സിമം ഇവിടെ തന്നെ ആയിരിക്കും കുക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആക്സസ് ചെയ്യാനൊരു ഡോറും വേണം. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് ഏരിയ ഓപ്ഷൻ അല്ല. പിന്നെ ഞാൻ ആലോചിച്ചത് നമുക്ക് ഈ 2 സൈഡിൽ നിന്നുള്ള വിൻഡോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സൈഡ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൊടുക്കും, ഇപ്പുറത്തെ സൈഡ് നമ്മൾ കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടി, അത് കാരണം അവർക്ക് പ്രൈവസിയും കൂടി വേണം. ഇതിപ്പോൾ 2 സൈഡും റോഡ് ആയതുകൊണ്ട് നന്നായിട്ട് വിസിബിലിറ്റി കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ അപ്പോൾ ആ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെ കുറച്ച് ഹൈറ്റ് കൂട്ടി കൊടുത്തു. അത് ഈ പറഞ്ഞ പോലെ കുക്കിങ്ങിനും ഈ പറഞ്ഞ പോലെ അതും ഒരു നിന്നുകൊണ്ടുള്ള യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ ആയിട്ട് ഇതും യൂസ് ചെയ്യാം. ഇതും യൂസ് ചെയ്യാതെ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് സ്ലാബ്സ് ആണ്. ഗ്രാനൈറ്റ് നമ്മൾ പ്ലൈവുഡ് മൈക്ക ലാമിനേഷൻ പിന്നെ ഹുഡ് ആൻഡ് ഹോപ്പ് ഒക്കെ കൊടുത്തിട്ട് ഫ്രിഡ്ജിനെ പൊസിഷൻ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ക്ലയൻസും
ബിബിൻ്റെ അടുത്ത് കൂടുതൽ പിണങ്ങി പോവാണ് എന്നാണല്ലോ കേൾക്കുന്നത്. എന്താ സംഭവം? പിണങ്ങി പോകുന്നതല്ല, റിയാലിറ്റി തിരിച്ചറിഞ്ഞിട്ട് അവർ ഒന്നെങ്കിൽ അതിന് പ്രിപ്പയർ ആയിട്ട് തിരിച്ചു വരും, അല്ലെങ്കിൽ അവർ പ്രിപ്പയർ ആയിട്ട് ഒരു ടൈം ഷെഡ്യൂളിൽ അത് സ്റ്റാർട്ട് ചെയ്യും. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റിൻ്റെ കാര്യത്തിലാണ്. അതായത് എൻ്റെ അടുത്ത് പിണങ്ങുക എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തോട്ട് ഇവർക്ക് പലപ്പോഴും റിയാലിറ്റി അറിയുന്നില്ല. ഒരു വീടിൻ്റെ കോസ്റ്റിൻ്റെ റിയാലിറ്റി അറിയുന്നില്ല, അവരറിയിക്കുന്നില്ല. എനിക്കും ഇന്ന് ഈ ഫ്രിഡ്ജിന്റെ പോർഷൻ വന്നപ്പോഴാണ് ഈ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നിയത്. കാര്യം, നമ്മൾ ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് ഇന്റീരിയർ ചെയ്യുന്ന ഒരാള് വീടിന്റെ കൺസ്ട്രക്ഷനും ഇന്റീരിയറിലും എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ആണ് അപ്ലയൻസസിനെ പറ്റി ചിന്തിക്കുന്നത്. ഇവിടെ ഈ പറയുന്ന ഫ്രിഡ്ജ് ചൂസ് ചെയ്താൽ മാത്രമാണ് ഇവിടെ കട്ട് ചെയ്യാൻ പറ്റും. അത് സാധാരണ ആരും ചെയ്യുന്നില്ല. ഫ്രണ്ടിൽ ടിവിയുടെ സ്പേസ് ക്ലിയർ ആയതിനു ശേഷം മാത്രമാണ് ആ ഒരു സ്പേസ് ചൂസ് ചെയ്യാൻ പറ്റുക. അപ്പം ബഡ്ജറ്റ് ഇടുന്ന സമയത്ത്, ഇന്റീരിയറിന്റെ ബഡ്ജറ്റ് ഇടുന്ന സമയത്ത് ഹോം അപ്ലയൻസസ് കൂടെ ചേർത്തിട്ട് വേണം ബഡ്ജറ്റിംഗ് പ്ലാൻ. ഹോം അപ്ലയൻസ് മാത്രമല്ല, നമുക്ക് ആ ഹോം അപ്ലയൻസ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചടങ്ങ് നടത്തുന്നവർക്ക് അതൊരു ചടങ്ങുണ്ട്. അതൊന്നും നമ്മൾ കോസ്റ്റിൽ കാണുന്നില്ല. അതായത് നമ്മളിപ്പോൾ പല ആൾക്കാരും ചെയ്യുന്നത് ബഡ്ജറ്റിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. അതൊന്നും മാറണം. പ്ലാനിനനുസരിച്ച് ബഡ്ജറ്റ് ഇതാക്കണം. ചിലപ്പോൾ നമ്മളുടെ ആ ബഡ്ജറ്റ് അതെ അപ്പോഴാണ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ പണിയാൻ തീരുമാനിച്ചു, പക്ഷെ എനിക്ക് 30 ലക്ഷം രൂപ ആയിരുന്നു. അതിന്റെ പ്രധാന കാരണം അത് അവരെ കോസ്റ്റ് അറിയിക്കുന്നില്ല. അതായത് ഇപ്പോൾ ഒരു വീട്ടിന് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീടിന് അവർ സ്പെൻഡ് ചെയ്ത ബൾക്ക് എമൗണ്ട് ആണ് അവരുടെ മൈൻഡിൽ വരുന്നുള്ളൂ. പക്ഷെ അവരെ കയ്യിൽ നിന്ന് കുറച്ച് എമൗണ്ട് ചിലവായിട്ടുണ്ട്. ഇതിനൊന്നും കൃത്യമായ കണക്ക് അവരെടുത്തില്ല. അതുപോലെ അവർ ഇൻറ്റീരിയറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ബിബിന് ഞാൻ അങ്ങനെ ഇൻറ്റീരിയർ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴും കുറേ ആൾക്കാർക്ക് ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡെക്കോറിങ് സിസ്റ്റം ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ ഇൻറ്റീരിയർ എന്നുള്ള ഇൻസൈഡത്തെ നമ്മുടെ അറേഞ്ച്മെൻറ്റ്സുകളാണ്. ഡൈനിങ് ടേബിള്, സോഫ, ഇത് ബെഡ്ഷീറ്റ്, ഇതൊക്കെ ഇൻറ്റീരിയറാണ്. അതെ, ഇതൊന്നും ഇല്ലാതെ നമുക്ക് താമസം തുടങ്ങാൻ പറ്റില്ല എന്നത് റിയാലിറ്റിയാണ്. പക്ഷേ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യുന്ന വ്യക്തികൾ അവർ ചെയ്യാൻ പോകുന്ന എമൗണ്ട് മാത്രമേ അവർക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം അതിൽ കൂടുതൽ എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഡ്രോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഓരോ വീടിൻ്റെ ബഡ്ജറ്റ് പറയുന്നത് അതൊരു 40-50 ആവാം. ഇതിൻ്റെ ഇടയിൽ വരുന്ന വ്യത്യാസം 10 ലക്ഷമാണ്. അതായത് ഈ സംസാരിക്കുന്ന സമയത്ത് ഒരു 40-50, അപ്പോൾ ക്ലയൻറ്റ് അതിൽ 40 ക്യാച്ച് ചെയ്യും. പറയുന്നവർ, എല്ലാവരും ഉദ്ദേശിച്ചിട്ടില്ല, പറയുന്നവർ 50ൻ്റെ ബോർഡറിലാവും പോയി നിൽക്കുക. സ്വാഭാവികമായിട്ട് ആ വർക്ക് 55-ൽ തീർന്നു കഴിഞ്ഞാലും സംസാരിക്കുമ്പോൾ പറയും, ഞാൻ അന്നേ പറഞ്ഞു 50 ആവുമെന്ന്, പക്ഷെ അന്ന് പറഞ്ഞത് 50 ആവുമെന്നല്ല പറഞ്ഞത്, 40-50. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ആശ്വാസത്തിലാണ് പല ആൾക്കാരും വീട് പണിക്ക് ഇറങ്ങുന്നത്. ആ ഒരു ക്ലാരിറ്റി ഇനിഷ്യലി വരുത്തി തന്നെ വേണം ഒരാള് വീടിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഇങ്ങോട്ടൊരു പാറ്റിയോ സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഈ പറയുന്ന ബോർഡർ വിൻഡോയിലായിട്ട് ബോർഡറിന്റെ സ്പേസിലേക്ക് ഇവിടെ ആ ചെടികളുടെ ഒക്കെ ഭാഗമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. വാഷ് കൗണ്ടർ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ നമ്മുടെ UPVC സ്ലൈഡിംഗ് ഡോർസ് കൊടുത്തിരിക്കുന്നത്. ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഓരോ ISI ആണുള്ളത്. സ്ട്രക്ചറൽ ട്യൂബ്സിന് IS 4923 അതുണ്ടോ നോക്കണം. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ റൂഫിംഗ് ആൻഡ് ആക്സസറി സ്റ്റോർ VGCB മലപ്പുറം. അപ്പൊ ഇതിന്റെ മുകളിലത്തെ സ്പേസ്, അതായത് നമ്മുടെ ബെഡ്റൂം സ്പേസിലേക്ക് പോകുമ്പോൾ നമ്മളുടെ നോർമൽ വഴി, അതായത് കയറി വരുന്ന വഴി, അവിടെ ഫോർമൽ ലിവിംഗ് സ്പേസ്, ഇവിടെ ഡൈനിങ്, കിച്ചൺ, ഇതെല്ലാം കൂടി ഈ പറയുന്ന 3 സെന്റില് 1500 സ്ക്വയർ ഫീറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഒരു ബെഡ്റൂം, പേരൻസിന്റെ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബിബിന്റെ ഫ്രണ്ട്, ബിബിന്റെ കൂടെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഗൗതമിന്റെ വീടാണിത്. ഗൗതമിന്റെ റൂം എന്ന് പറയുന്ന മുകളിലാണ്. ഇത് സ്ട്രക്ചറലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഹാൻഡ് റെയിൽസും പിന്നെ അതേ വുഡ് ക്ലാഡ് ചെയ്തിരിക്കുന്നത്. അത് നോർമൽ ഒരു വർക്ക്. അപ്പൊ ഇവിടെ ഒരു ഫോക്കൽ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോക്കൽ പോയിന്റിൽ ക്ലാഡിംഗ് സ്റ്റോൺ കൊടുത്തത് അതിനെ കുറച്ചുകൂടെ കയറി വരുമ്പോൾ അതിന് ഭംഗി ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് വരുമ്പോൾ ഇതിന് തന്നെ ഒറ്റ പാറ്റേൺ, ഒറ്റ 4x2 ടൈലാണ് കൊടുത്തിട്ടുള്ളത്. കജാരിയുടെ ടൈലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മളുടെ ഫ്രണ്ടിൽ ഇവിടെയാണ് നമ്മുടെ അപ്പർ ലിവിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഫർണിച്ചേഴ്സ് ഒന്നും കൊണ്ട് ഇട്ടിട്ടില്ല. ഇല്ല, അത് ആവശ്യമില്ല. ഇല്ലാത്തത് കൂടുന്നുണ്ടല്ലോ, അതായത് അത്യാവശ്യം വേണമെങ്കിൽ ഒന്ന് ഇരിക്കുക, കിടക്കുക എന്നുള്ള. അപ്പൊ ആ ഒരു പർപ്പസ് ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഹോം ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയേണ്ട ഈ പടം വരച്ചിരിക്കുന്ന ആരാണ്, ഭയങ്കര മനോഹരമായിട്ടുണ്ട്. ഇതിന് ഇവിടുത്തെ ഒരു ബേ വിൻഡോയുടെ സ്കോപ്പ് കൊടുത്തിട്ട് ഇവിടെ ഇരിക്കാൻ പാകത്തിലാക്കിയിട്ട് ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. എന്താണ് ഇത്? നമ്മുടെ എക്സ്റ്റീരിയറിന് വേണ്ടി കൊടുത്ത പ്രൊജക്ഷനാണ്. അപ്പൊ നമ്മളത് അകത്ത് സിറ്റിങ്ങിന് വേണ്ടി എടുത്തു. പിന്നെ ബ്രദർ, അവൻ വരയ്ക്കുന്ന ആളാണ്, റിൻഷാദ് എന്ന പേര്. അപ്പോൾ
എല്ലാ സൈറ്റിലും നമ്മളിങ്ങനെ വരയ്ക്കാറുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു വീടായി തോന്നുമ്പോൾ വരച്ചു കൂട്ടുന്ന കുറേ കാര്യങ്ങളാണ്. കഴിഞ്ഞ വീഡിയോയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു, അതായത് ഞാനൊരു വീട് ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ അതാദ്യം എൻ്റെ വീടായിട്ട് കാണും, തീർച്ചയായും എൻ്റെ വീടായിട്ട് കണ്ടിട്ട് അവിടെ എൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, എൻ്റെ പെങ്ങളുണ്ട്, ഭാര്യയുണ്ട്, എല്ലാവരുടെയും മൂവ്മെന്റ് അനുസരിച്ചിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണല്ലോ എല്ലാ പ്രൊജക്ട്സും. ഇവിടെ കാണാമല്ലോ. അപ്പം ഈ വീട് നിർമ്മിച്ചത് സ്വന്തം കൂട്ടുകാരൻ ഒരു തീരുമാനങ്ങളും പറയാതെ ഇദ്ദേഹത്തിന് വിട്ടത്. തീർച്ചയായും ഈ എന്ത് വേണമെങ്കിലും കാണിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തതാണ് സംഭവം. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കാണിച്ചു. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതിന്റെ വീതി എന്ന് പറയുന്നത് 12:8 സൈസാണ്. ഇപ്പം ഇതിങ്ങനെ അടച്ചു വെച്ചു. ഓക്കെ, ഇങ്ങനെ അടച്ചു വെച്ച ഇതിനകത്ത് ഒരു വലിയ സംഭവമുണ്ട്. ഈ കൊച്ചു വീട്, കൊച്ചു വീട് എന്ന് പറയുമ്പോൾ 1500 സ്ക്വയർ ഫീറ്റില് 3 സെന്റില് ഇതിനകത്തുള്ള സാധനങ്ങൾ കാണാൻ പറ്റുമോ എന്നുള്ളതൊരു വലിയ സംഭവമാണ്. തുറന്നു. അല്ല, അതില് നമ്മുടെ ഡ്രസ്സിംഗ് റൂം ഉണ്ട്. അതെ, ഡ്രസ്സിംഗ് റൂം എന്ന് പറയാൻ എന്നെ ഞെട്ടിച്ച് കളഞ്ഞോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഒരു ഏരിയ ഡ്രസ്സിംഗ് സ്പേസിന് കൊടുക്കാൻ ഇവിടെ കിട്ടി എന്നുള്ളത് വലിയ സംഭവമാണ്. പിന്നെ ഇവിടെ മിറർ, അതായത് അതിനോട് കണക്റ്റഡ് ആയിട്ട് മിറർ ഉണ്ട്. പിന്നെ ഇതിന്റെ ബാത്റൂം കണ്ട് പേടിച്ചു. പിന്നെ ബാത്റൂം പറഞ്ഞാൽ ഇത്രയും വലിയ സ്പേസിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെയായിരുന്നു ഈ സ്ഥലം ഇതിന് കണ്ടെത്തിയത്? അതായത് നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് വേണ്ട സ്പേസ് നമുക്കറിയാം. അപ്പോൾ ആ സ്പേസുകൾ മാത്രം കൊടുത്ത് ബാക്കിയുള്ള സ്പേസ് യൂസ് ചെയ്യുക. ഓരോ പർപ്പസിനും ഏരിയ അവിടെ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ അത് വിട്ടുപോകുന്നതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം എടുക്കുക. ആ രീതിയിൽ ചെയ്താണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അവൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഒരു ഡ്രസ്സിങ് പർപ്പസൊക്കെ ആവശ്യമായിരിക്കും. വാർഡ്രോബ് അതെല്ലാവരുടെയും ആവശ്യമാണ്. വാർഡ്രോബും അതൊക്കെ സെപ്പറേറ്റ് കിട്ടണം. പക്ഷെ പല ആൾക്കാർക്ക് അത് നടക്കാറില്ല. എനിക്ക് ഇപ്പൊ കണ്ട ബാത്റൂമും ഒക്കെ വെച്ചിട്ട് കഴിഞ്ഞ പ്രോജക്റ്റിലായാലും ഈ ബാത്റൂമിന്റെ ഡോർ ഒരിക്കലും റൂമിലേക്ക് തുറക്കുന്ന രീതിയിലല്ല ചെയ്യുന്നത്. ഞാൻ എവിടെയും അങ്ങനെ ചെയ്യാറില്ല. അത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ക്ലീനിങ് പർപ്പസിനുള്ളതായിരിക്കാം. പക്ഷേ അതൊരു തരം നമുക്കൊരു കംഫർട്ട് ഫീൽ കുറയാറുണ്ട്. കാരണം നമ്മൾ ടോയ്ലറ്റിൽ നിന്ന് നമുക്ക് എപ്പോഴും ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തേക്ക് നമുക്കൊരു ഡ്രസ്സിങ് കംഫർട്ട് കിട്ടാണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മൾ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് നമുക്കത് കംഫർട്ട് കിട്ടുക. അപ്പോൾ കിട്ടുമ്പോൾ തന്നെ നമ്മൾ റൂമിലേക്ക് ഇറങ്ങുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രസ്സിങ്. അതെ, എത്ര ചെറിയ വീടാണെങ്കിലും ഒരു സംഭവമാണ്. പിന്നെ നീ ഒരു ഭയങ്കര വാശിക്കാരനാണെന്നാണല്ലോ നിങ്ങളുടെ സ്റ്റാഫ് 15 ഡിസൈനേഴ്സ് ഉള്ള നിന്റെ യൂണിറ്റുള്ള എല്ലാവരും പറയുന്നത്. കാര്യം ഒരു ഡിസൈനും ഒരാളുടെ ഡിസൈനും വേറെ ആരും കൊണ്ട് ചെയ്യിക്കില്ല, നീ തന്നെ ചെയ്യും. അല്ല, ഇതെനിക്ക് പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ അടുത്തല്ല അവരുടെ ഇഷ്ടങ്ങൾ പറയുന്നത്. അപ്പോൾ ആ ഇഷ്ടങ്ങൾ ഞാൻ ചിലപ്പോൾ വേറൊരു അടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അതിലെന്തെങ്കിലും വിട്ടുപോകും. അത് വളരെ എനിക്ക് തന്നെ അത് ചെയ്യണം. അത് ആ രീതി തന്നെ ചെയ്യണം എന്നുള്ള വാശിയാണ്. എത്ര ദിവസം ഇരുന്നാലും വാശിയും ഇഷ്ടവും കൂടിയാണ്. അതെ, അത് ചെയ്യുന്ന പറയുന്നത് നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. അത് ഒരു ഡിസൈനറിന്റെ അവകാശമാണ്. എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഡിസൈനറുടെ അവകാശമാണ്. അപ്പം വളരെ മനോഹരമായിട്ട് ഈ പറയുന്ന ഈ 3 സെന്റ് സ്ഥലം സൂപ്പറായിട്ട്, അതായത് അതിൻ്റെ സ്ഥലത്തിൻ്റെ പരിമിതി വെച്ചിട്ട് യൂട്ടിലിറ്റീസും വളരെ ക്ലിയർ ആയിട്ട് കൊടുത്ത് യൂട്ടിലിറ്റി സ്പേസുകളൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്ത് സൂപ്പറായിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്തത്. താങ്ക് യു. ഇനി ഇതുപോലെ ഒരുപാട് ഡിസൈനുകൾ ചെയ്യാൻ കഴിയട്ടെ. അതെ അതെ, അതെല്ലാം വീടുമായി കൃഷ്ണനെ വിളിച്ച് വ്ലോഗ് ചെയ്യിക്കാൻ ശ്രമിക്കുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. കാരണം ഇതിനകത്ത് ഭയങ്കരമായ കോൺസെപ്റ്റ്സ് ഉണ്ട്. അതായത് ഈ പറയുന്ന ചെറിയ ഏരിയയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. കാരണം എല്ലാവരുടെയും ഏറ്റവും എനിക്ക് 2 സെന്റ് സ്ഥലമുള്ളൂ, എനിക്ക് 3 സെന്റ് സ്ഥലമുള്ളൂ, എനിക്ക് ഏരിയ ഇല്ല, എൻ്റെ വീടിന് സ്ഥലമില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഇതൊരു മാതൃകയാണ്. ഇതിങ്ങനെ വീട് വെക്കാൻ പറ്റും. ഇദ്ദേഹത്തെ പോലെ ഡിസൈനറിങ് കോൺട്രാക്ടിങ് വർക്കും ചെയ്യുന്ന ഒരാളിനെ കിട്ടുക എന്ന് പറയുന്നത് വളരെ മനോഹരമായുള്ള എക്സിക്യൂഷൻ ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക, മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.